ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളെല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് മിക്ക ആളുകളും, അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ മിക്ക കുടുംബങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്, മാതാപിതാക്കളെ കുട്ടികളോട് ചോദിക്കും, മോന് അല്ലെങ്കിൽ മോൾക്ക് ഡാഡിയോടാണോ മമ്മിയോടാണോ സ്നേഹം കൂടുതൽ? ഒരു ചോദ്യം. പിള്ളേരെ അല്പം കുഴപ്പിക്കുന്ന ചോദ്യമാണ്, എന്നാലും അവർ വെറുതെ അങ്ങനെ ചോദിക്കുന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കുട്ടികൾക്ക് ഒന്നെങ്കിൽ മാതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് സ്നേഹം കൂടുതലുണ്ടായിരിക്കും. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അമ്മ കൂടുതൽ ലാളന കൊടുക്കുന്നു, പരിപാലന കൊടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? അങ്ങനെ നിർബന്ധമില്ല എപ്പോഴും. ഇവിടെ ആരെന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, കുട്ടികൾക്ക് തിരുത്തൽ കൊടുക്കുന്നത് ആരാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും തിരുത്തേണ്ട വശങ്ങളുണ്ടെങ്കിൽ പിതാവ് ചിലപ്പം മാതാവിനെ ഏൽപ്പിക്കും, നീ അങ്ങ് പറഞ്ഞാൽ മതി അത് എന്ന്. അപ്പം ആര് തിരുത്തൽ കൊടുക്കുന്നു ആ വ്യക്തി ഈ കുട്ടിയുടെ കണ്ണിലെ ഒരു കരടായിട്ട് മാറും. പക്ഷെ അത് ഒരു സംയുക്ത തീരുമാനമാണ് എന്നുള്ളത് പലപ്പോഴും കുട്ടി തിരിച്ചറിയല്ല. അല്ലെങ്കിൽ മാതാവ് പറയാണ് പിതാവിനോട്, നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത്ര തിരുത്തൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ശിക്ഷണം ഉദ്ദേശിച്ച് നമ്മൾ വടിയെടുത്തുള്ള അടി മാത്രമല്ല, ഈ വഴക്ക് പറയുന്നത് മാത്രമല്ല, അല്ലാതെയുള്ള തിരുത്തലുകളൊക്കെ ശിക്ഷണത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ ആരാണോ കറക്റ്റ് ചെയ്യുന്നത് ശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് അവർക്ക് ഉള്ളിനുള്ളിൽ ഒരു വെറുപ്പ് വളർന്നു വരും. പിന്നെ ആ വെറുപ്പൊക്കെ മാറി അവർ പറയുന്ന കാര്യങ്ങൾ തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നൊരു കാലം എന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സിനൊക്കെ മുകളിൽ 20-30 വയസ്സൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും അന്ന് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ വടിയെടുത്ത് അടിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ യാതൊരികപരമായിട്ടുള്ള ശിക്ഷണ രീതിയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നതനുസരിച്ച് മനഃശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായത്തിൽ കുട്ടികളെ തിരുത്തരുത്, വഴക്ക് പറയരുത്, അവരുടെ സ്വാഭാവിക രീതിയിലും വിട്ടച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഇവിടുന്ന് കുട്ടികളൊന്നും നന്നായി കണ്ടിട്ടില്ല. കുട്ടികൾക്ക് തിരുത്തലും ശിക്ഷണം ആവശ്യമാണ്. അത് പേരൻസാണ് കൊടുക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ പേരൻസ് കൊടുക്കുമ്പോൾ ഒരാൾ ഒരു തിരുത്തൽ കൊടുക്കുമ്പോൾ മറ്റേ ആൾ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ കുട്ടി പലപ്പോഴും ശിക്ഷണം വന്നപ്പോൾ ചിലപ്പോൾ ഒരു അടിയായിരിക്കും കൊടുക്കുന്നത്, വടി എടുത്തിട്ട് അടി. അമ്മ അടിച്ചു എന്ന് പറഞ്ഞ് ആയിരിക്കും അച്ഛൻ്റെ അടുത്ത് ഈ കുട്ടി ഓടി വരുന്നത്, അമ്മ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത് തോളിലിട്ട് 2 തട്ടൊക്കെ തട്ടിയിട്ട് പറയും, അമ്മക്കിട്ട് 2 തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അമ്മയെ കാണിച്ച് ശരിയായില്ല. അങ്ങനെ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പരിധി വരെ ചിലപ്പോൾ പറയുന്നത്. പക്ഷെ അതൊരു നെഗറ്റീവ് ഫലമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ കുറ്റക്കാരിയായി മാറും. അല്ലെങ്കിൽ അച്ഛൻ ശിക്ഷണം കൊടുക്കുമ്പോൾ അമ്മ ചെല്ലുമ്പോൾ അമ്മ തോളിലിട്ട് ആശ്വസിപ്പിച്ച് കുട്ടിയെ സംരക്ഷണം കൊടുക്കുന്ന രീതി വരുവാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. ഇതെന്താ ഒരു പരിഹാരം? മോനോ അല്ലെങ്കിൽ മോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ല അച്ഛൻ തല്ലിയത്, അല്ലെങ്കിൽ അമ്മ തല്ലിയത്, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറഞ്ഞത് എന്ന രീതിയിൽ വേണം കുട്ടികൾ വരുമ്പോൾ മറുപടി പറയാം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നത്തെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഒരിക്കലും സംരക്ഷണം കൊടുക്കുന്നവരായിരിക്കരുത്, അല്ലെങ്കിൽ കുട്ടിയുടെ പക്ഷത്ത് നിന്ന് ന്യായീകരിച്ചിട്ട് സംസാരിക്കുന്നവരായിരിക്കരുത്. ഇത് മാതാപിതാക്കളുടെ ഒരു സംയുക്ത തീരുമാനമാണ് എന്നുള്ള രീതിയിലാണ് വരാനായിട്ട്. ശിക്ഷണം ഞങ്ങൾ രണ്ടും കൂടെ എടുത്ത തീരുമാനമാണ്, മോൻ അങ്ങനെ ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ മോൾ അങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഒന്നുകിൽ പിതാവിനോട് അല്ലെങ്കിൽ മാതാവിനോട് മാത്രമായിട്ടുള്ള ഒരു കൂറ് കുട്ടിക്ക് മനസ്സിൽ വളർന്നു വരാൻ ഇടയില്ല. അതുകൊണ്ട് അങ്ങനെ വേണം ചെയ്യാൻ. അതാണ് ശരിയായൊരു മനോഭാവം. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സ് പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. അതുവരെ ഗുഡ് ബൈ.